ശരിക്കും ഈ പടത്തിന് പേരിടേണ്ടത് ഞാൻ കാതലിത്തേൻ ஆனால் ഏതോ ഗുണ്ടകൾ എന്നെ അടുത്ത് ഓടിത്ത് വിരട്ടിനാർ എന്നായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ആദ്യം പരംസുന്ദരി കാണാമെന്ന് കരുതി മുതുമഴയത്ത് സ്കൂട്ടറിൽ കഷ്ടപ്പെട്ട് നനഞ്ഞ് നാറി കോട്ടയം അനുപമ തിയേറ്റർ ചെന്നപ്പോൾ അവിടെ ഗേറ്റ് പൂട്ടിയിട്ടേക്കുമായിരുന്നു. എന്നിട്ട് വാച്ച്മാൻ ഷോ ഇല്ല, വെട്ടിംഗ് കിടക്കെ എടുത്ത് വിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തേക്കപ്പെട്ട സുന്ദരനായി മാറി. പക്ഷെ വിടമാട്ടെ, ഞാൻ തിരുമ്പി വരുവേൻ എന്ന് പറഞ്ഞ് ഞാൻ 2 മണിക്കുള്ള ഷോയ്ക്ക് വീണ്ടും സുന്ദരിയെ കാണാനായിട്ട് അവിടെ ചെന്നു. പക്ഷെ ഞാനില്ലാതെ വേറെ ആരും ആ തിയേറ്ററിലെ പരിസരത്ത് എങ്ങും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഷോ നടന്നില്ല. അങ്ങനെ നമ്മുടെ പരംസുന്ദരി ശരിക്കും പ്രേക്ഷകർ വരാതെ തേക്കപ്പെട്ട സുന്ദരിയായി മാറി. പർദേശിയ സബ് മൂഞ്ചല ഇങ്ങനെയൊക്കെ പാട്ട് പാടി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഹിന്ദി പടം കണ്ടില്ലെങ്കിൽ എന്താ, ഹിന്ദി പേരുള്ള ഒരു മലയാളം പടം വന്നിട്ടുണ്ടല്ലോ, അത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ 2 മിനിറ്റിനുള്ളിൽ കോട്ടയം ധന്യ തിയേറ്ററിൽ തുടങ്ങാൻ പോകുന്ന ഷോയ്ക്ക് ടിക്കറ്റ് എടുത്ത് എന്ന് കയറി. ആ പടമാണ് ഫൈസൽ ഫസലുദ്ദീൻ രചനയും സംവിധാനവും നിർവഹിച്ച് ഹൃദു ഹാരൂണും പ്രീതി മുകുന്ദനും പ്രധാന വേഷങ്ങളിൽ വന്ന മേനെ പ്യാർ കിയ. തമിഴ് പെണ്ണിനോട് മലയാളി പയ്യന് തോന്നുന്ന പ്രണയത്തിന് ഹിന്ദി പടത്തിന്റെ പേരിട്ടതാണ് മേനെ പ്യാർ കിയ. ഭായ് പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പടത്തിന്റെ സ്റ്റാർട്ടിങ് കൊള്ളാമായിരുന്നു. അപ്പോഴത്തെ ഒരു ആക്ഷനൊക്കെ രസമുണ്ടായിരുന്നു. പിന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു സീനുണ്ട്, ജ്യൂസ് കുടിച്ചിട്ടുള്ള ഒരു ഐറ്റം, അത് കൊള്ളായിരുന്നു. പിന്നെ ഇവരുടെ ഈ പ്രേമം, പ്യാർ, കാതൽ അതുകൊണ്ട് എങ്ങനെ തീർത്തു എന്നത് കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ ആക്ഷൻ കൊറിയോഗ്രഫി കൊള്ളാം, ക്യാമറ ഗുഡ് ആണെന്ന് പറയാം. പിന്നെ പെർഫോമൻസിൽ പ്രീതി മുകുന്ദൻ കൊള്ളാമായിരുന്നു നായിക. പിന്നെ ജിയോ ബേബി, അസ്കർ അലി അത്യാവശ്യം കൊള്ളാമായിരുന്നു. ഇവരുടെ ഗംഭീര പെർഫോമൻസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഡീസന്റ് ആയിരുന്നു. അതിൽ തന്നെ ജിയോ ബേബിയുടെ കുറച്ച് ഫോൺ കോള്, ചില ഡയലോഗ്സ് ഒക്കെ ഉണ്ട്, അത് കൊള്ളാം. ഈ തമിഴ് പെണ്ണിനെ മലയാളി പയ്യൻ പ്രേമിക്കുന്നതാണ് കഥയെന്ന് കേട്ട് പെണ്ണിനെ പ്രേമിക്കുന്നു, അവളുടെ വീട്ടുകാര് വില്ലന്മാരായിരിക്കും, സമ്മതിക്കില്ല, അവര് വലിയ അരുവയും സംഭവമൊക്കെ ആയിട്ട് പുറകെ വരും. ഇതായിരിക്കും മറ്റൊരു ഗില്ലി ടൈപ്പ് പടം എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷെ ഈ പടം അതൊന്നുമല്ല സംഭവം. നെഗറ്റീവ്സ് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഫോക്കസ് ഇല്ലാത്ത സ്ക്രിപ്റ്റ്, മോശം ഡയറക്ഷൻ, മോശം പെർഫോമൻസുകൾ, ലോജിക് ഇല്ലാത്ത സംഭവങ്ങൾ, അനാവശ്യമായിട്ടുള്ള ക്യാമിയോ, അലമ്പ് BGM, അങ്ങനെ ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടേയിരിക്കും. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് അലുവ, മത്തിക്കറി, ചാണകം, പൂച്ചണ്ട്, അരിവാള്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കേട്ടാൽ എന്തെങ്കിലും കണക്ഷൻ പരസ്പരം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ പടത്തിന്റെ കഥയും അങ്ങനെയാണ്. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ വിളമ്പി തന്നിട്ട് ട്രൈ ചെയ്ത് നോക്ക്, കൊള്ളാവെന്ന് പറ. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയാനാണ്? ഇപ്പൊ ഓടും കുതിര ചാടും കുതിര, മൊത്തത്തിൽ ഒരു വട്ടുപടം അല്ലെങ്കിൽ ഒരു സെൻസ് ഇല്ലാത്ത പടം എന്നൊരു ഐഡന്റിറ്റി ആ പടത്തിനുണ്ട്. പക്ഷെ ഈ സിനിമയ്ക്ക് ഒരു സെൻസും ഇല്ല, സെൻസിബിലിറ്റിയും ഇല്ല, ഫോക്കസും ഇല്ല, ഐഡന്റിറ്റിയും ഇല്ല, ഒരു കുറ്റിയും ഇല്ല. ലവ് ഉണ്ടെന്ന് വെച്ച് ഇത് ലവ് സ്റ്റോറിയാണോ? അതല്ല. ആക്ഷൻ ഉണ്ട്, ഗ്യാങ്സ്റ്ററുകളുടെ കുടിപ്പകയുണ്ട്, അവരുടെ അടിയുണ്ട്, പക്ഷെ ഇതൊരു ആക്ഷൻ പടമാണോ? അതുമല്ല. ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറി അതുമുണ്ട്, എന്നാൽ അതുമല്ല. ഇപ്പൊ യോണറൊക്കെ മിക്സ് ചെയ്ത് മസാല ആക്കിയിട്ട് പടങ്ങളെ വിജയിപ്പിക്കാറുണ്ട്, വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നത് സ്ക്രിപ്റ്റ് റൈറ്ററിന് അല്ലെങ്കിൽ ഡയറക്ടർ തന്നെയാണ് എന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പുള്ളിക്ക് ഒരു ദിവസം രാവിലെ എണീറ്റപ്പോൾ തോന്നി പേരങ്ങിട്ട് തുടങ്ങാം, മേനെ പ്യാർ കിയ. പഴയ ഒരു ഹിന്ദി പടത്തിന്റെ പേരങ്ങ് എടുത്തു വെച്ചു. പേരിനനുസരിച്ച് ഇതിൽ ലവ് സ്റ്റോറി വേണമല്ലോ, ലവ് ആക്കാം. അടുത്ത ദിവസം അതുപോലെ ഇതിൽ കുറച്ച് ഇനി ആക്ഷനും മാസും കൂടി ചേർക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. 2 ഗ്യാങ്ങും അവരുടെ ഫൈറ്റും ഒക്കെ കൂടെ കൊണ്ടുവരാം. തമിഴ്നാട്ടിലേക്ക് കഥ പോകാം. അതാകുമ്പോൾ അരിവാളും വില്ലന്മാരും ഒക്കെ മസ്റ്റ് ആയിരിക്കുമല്ലോ. മലയാളത്തിൽ നിന്നൊരു ആക്ഷൻ ഹീറോയെ ക്യാമിയോയും ചേർക്കാം. ഇതിങ്ങനെ പലതും കൂടെ കൂട്ടി CID മൂസയില് മറ്റേ ഫ്ലാറ്റിന് ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ബിന്ദു പണിക്കർ ഓടി നടന്ന് ഓരോന്നിങ്ങനെ പെറുക്കിയെടുക്കുന്ന പോലെ എല്ലാം കൂടെ പെറുക്കിയെടുത്ത് സ്ക്രിപ്റ്റ് ആക്കി കൊളവാക്കി ചളവാക്കി അങ്ങനെ മൊത്തത്തിലൊരു അവിയൽ പരുവമാണ്. അവിയലിനാണെങ്കിൽ ടേസ്റ്റെങ്കിലും ഉണ്ട്. അഭിനയിച്ച മിക്കവരുടെയും വീക്ക് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് വേറൊരു നെഗറ്റീവ്. ഹൃദു ഹരുണിന്റെ ഞാൻ കണ്ട മുൻപടങ്ങൾ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, മുറ, ഇതിലൊക്കെ പുള്ളി കൊള്ളാമായിരുന്നു. ഇതിൽ പുള്ളിയുടെ ആക്ടിങ് എനിക്ക് തീരെ പോരാ എന്നാണ് ഫീൽ ചെയ്തത്. ലവ് പോർഷൻസ്, പ്രപ്പോസൽ ഭാഗമൊക്കെ വൻ ശോകമായിരുന്നു. ഇവര് ഫ്രണ്ട്സ് ഒക്കെ കൂടി പല കോമഡി ഒക്കെ കാണിച്ചത് ചിരി പോലും വന്നില്ല, ഒരു ഫീലും വന്നില്ല എന്നുള്ളതാണ്. ഹൃദുവിന്റെ അമ്മയൊക്കെ വന്നിട്ട് എന്റെ മോൻ നല്ല ബെസ്റ്റ് ആണെന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ മോനെ പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞ ഡയലോഗ് നമ്മൾ എത്രയോ പടങ്ങളിൽ ആ ടൈപ്പ് ഒരു സീൻ കണ്ടിട്ടുണ്ട്. ആ ഭാഗത്തെ അവരുടെ അമ്മയുടെയും അയൽക്കാരുടെയും ഒക്കെ അഭിനയം വൻ ശോകം. അസ്കർ അലി വലിയ കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലയിടങ്ങളിൽ ആക്ടിങ് ആണ് എന്ന് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ജിയോ ബേബി ഞാൻ പറഞ്ഞില്ലേ, പുള്ളി നന്നായിട്ടുണ്ടായിരുന്നു. നായിക പ്രീതി നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അർജു സ്റ്റാർട്ടിങ്ങിൽ അത്ര നന്നായിട്ടില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് കൊള്ളാമായിരുന്നു. പ്രത്യേകിച്ച് പുച്ഛമൊക്കെ പുള്ളി നൈസായിട്ട് തന്നെ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. മിഥൂട്ടി ഉൾപ്പെടെയുള്ള കൂട്ടുകാരെല്ലാവരും ഓക്കെ ആയിട്ടാണ് ഫീൽ ചെയ്തത്. തമിഴിലെ വില്ലൻ ഗ്യാങ് അവരുടെ ആക്ഷൻ ഒക്കെ ഓക്കെ ആയിരുന്നെങ്കിലും എന്തിനായിരുന്നു ഈ ആക്ഷൻ? എന്തിനോ വേണ്ടി തിളച്ച സാമ്പാർ പോലെയാണ് തോന്നിയത്. ഈ റെഡിൻ കിങ്സ്ലിയുടെ ഒക്കെ ആവശ്യം തന്നെ ഈ പടത്തിൽ എന്തായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഒരു മലയാളി ആക്ഷൻ ഹീറോ ആരാണെന്നൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. പുള്ളിയുടെ ഒരു ക്യാമിയോ കൂടെ ഉണ്ട്. ടെക്നിക്കൽ സൈഡില് ഡോൺ പോളിന്റെ ക്യാമറ, കണ്ണൻ മോഹന്റെ എഡിറ്റിംഗ് ഒക്കെ ഓക്കെ ആയിരുന്നു. അതുപോലെ ഇലക്ട്രോണിക്കലിയുടെ മ്യൂസിക്, പാട്ടുകൾ ഓക്കെ, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം എടുത്തു തന്നെ പറയണം. ഇമോഷൻസ് കഥാപാത്രങ്ങളുടെ മുഖത്ത് വരുന്നതിന് മുമ്പ് തന്നെ BGM ഓട്ടോ പിടിച്ചു വരുന്നുണ്ട്. ഓവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇട്ട് നല്ല രീതിയിൽ വെറുപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തുടക്കത്തിൽ നായകനും ഫ്രണ്ട്സും കൂടിയുള്ള ഭാഗങ്ങളൊക്കെ. ഇപ്പം കോമഡി സീൻ ആണെങ്കിൽ കോമഡി വരുന്നതിന് മുമ്പേ അടുത്തത് കോമഡി ആണേ എന്ന് പറഞ്ഞ രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ
പടത്തിൽ സാധാരണ തമിഴ് ആൾക്കാരെ കാണിച്ചു വെച്ചേക്കുന്നത് നമ്മൾ പരമസുന്ദരി മലയാളികളെ സ്റ്റീരിയോ ടൈപ്പായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ മലയാളികളെല്ലാം കൂടി പ്രതിഷേധിക്കുമ്പോൾ നമ്മുടെ മലയാളം സിനിമയിൽ ഇപ്പോഴും തമിഴ്നാട്ടിലെ മധുരയിലുള്ളവരും അവർ മുഴുവനും ഗുണ്ടകളാണ്, അല്ലെങ്കിൽ അരുവയും കൊണ്ട് അലറി വിളിച്ച് നടക്കുന്ന ടൈപ്പാണ് എന്നൊരു ഇമേജ് ആണ് കൊടുത്തേക്കുന്നത്. ഈ പടത്തിലും അത് വ്യത്യാസമൊന്നുമില്ല. സോ ഓൾ ആർ മാത്തമെറ്റിക്സ്. പിന്നെ ഇതിന്റെ ടൈറ്റിൽ മേനെ പ്യാർ കിയ, ഈ കഥയും ആ ടൈറ്റിലുമായിട്ട് ഒരു ബന്ധവുമില്ല, ഒരു ചർച്ചയില്ല. ഇനി നായിക ഹിന്ദിക്കാരി വല്ലതും ആയിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ചേരുമെന്ന് വിചാരിക്കാം. ഇത് ഹിന്ദിയല്ല, തമിഴത്തിയാണ്. ശരിക്കും ഈ പടത്തിന് പേരിടേണ്ടത് ഞാൻ കാതലിത്തേൻ ആനാൽ ഏതോ ഗുണ്ടകൾ എന്നെ അടുത്ത് ഓടിത്ത് വിരട്ടിനാർ എന്നായിരുന്നു. മൊത്തത്തിൽ എന്തിനോ വേണ്ടി തിളച്ച ഒരു സാമ്പാറായി മാറി മേനെ പ്യാർ കിയ. പട പേടിച്ച് പരംസുന്ദരി പേടിച്ച് അടുത്ത തിയേറ്ററിൽ ചെന്നപ്പോൾ അവിടെ മേനെ പ്യാർ കിയ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് ഇത് കണ്ടത് മേനെ ഏസാ ക്യൂ കിയ മേര പൈസ ഖോ ഗയ എന്നാണ് എനിക്ക് തോന്നിയത്. ബക്വാസ് ഫിലിം, പൊട്ടപ്പടം. പിന്നെ പടം പ്രൊമോട്ട് ചെയ്യാൻ പൈസ ചോദിച്ചിട്ട് കിട്ടിയില്ല, അതിനാണ് എന്നൊരു കമന്റ് ഇപ്പൊ വരും. എന്തായാലും ഈ പടത്തിന് സെക്കൻഡ് പാർട്ടില്ല എന്ന് ലാസ്റ്റ് പറഞ്ഞത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. ഇത് തന്നെ കണ്ടു തീർക്കാൻ പെട്ട പാട് എനിക്ക് അറിയത്തുള്ളൂ.